ഞാനതാ പറഞ്ഞ ഞമ്മക്കുള്ള രോഗം നാട്ടുകാർ സ്നേഹിച്ചിട്ടുള്ള രോഗമാണ്. ഉസ്താദിന്റെ ഭക്ഷണമല്ലേ, ഇറച്ചിയല്ലാണ്ട് എന്താ കൊണ്ടുപോവാന്ന്. കണ്ണൂര് ചില ഭാഗത്താണ്, ഇവിടെ എന്താന്ന് എനിക്ക് കൃത്യമായിട്ട് ഇതുവരെ പിടുത്തം കിട്ടിയിട്ടില്ല. കണ്ണൂരൊക്കെ ഉസ്താദിന്റെ ഭക്ഷണമാണ്. 90 ദിവസം കൂടുമ്പോൾ ഒരു ദിവസം നമ്മളെ പുറക്ക് കിട്ടു. അപ്പൊ രാവിലെ എന്തായാലും ഇറച്ചിക്കറി തേങ്ങ അരച്ചിട്ട് വെച്ചു കൊടുക്കും, ഉച്ചക്കൊക്കെ മുളക് കറി വെക്കും, രാത്രി ഇറച്ചി ബിരിയാണി വെക്കും, 3 നേരം ഇറച്ചി. ചില സ്ഥലങ്ങളിലെ അനുഭവമാണ് പറയണത്. ഇനി മീന വാങ്ങുന്നുണ്ടെങ്കിൽ അയക്കുറ, ആവോലി, ആ ലെവലുള്ള മത്സ്യം, ചെമ്മീന്. അവ മഹലിലേക്ക് വരുമ്പോൾ കുറച്ച് ഉഷാറുണ്ടായിരുന്നു, പോകുമ്പോൾ കുറച്ച് വയറൊക്കെ കൂടി ഉഷാറൊക്കെ തണിഞ്ഞ് ക്ഷീണം വന്ന് പിന്നെ പഴയ പോലെ നാട്ടിൽ പോയാലും വലിയൊരു താല്പര്യമൊന്നും വരില്ല. പോയാൽ തന്നെ വലിയ കാര്യങ്ങളൊന്നും നടക്കുകയും ചെയ്യില്ല. കാരണം ഇയാൾ ഉഷാറെല്ലാം പോയിക്കണം. അതാ ഞാൻ പറയുന്നത്, നാട്ടുകാർ സ്നേഹിച്ച് സൂക്കേട് വരുത്തുന്നു. അവരെ സ്നേഹം ഭക്ഷണത്തിന്റെ കാര്യത്തിൽ വേണ്ടാന്ന് പറയും, പൈസന്റെ കാര്യത്തിൽ നാട്ടുകാർക്ക് അതാ വലിയ പ്രശ്നം. നല്ല ശമ്പളം കൊടുക്കുന്നില്ല. ഇവിടെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അത് വരുമ്പോൾ ഇവർക്ക് പൂച്ചറക്ക് വന്നവർ കൈവർക്ക്. പല സ്ഥലത്തും അങ്ങനെയാണ്. പള്ളിയൊക്കെ വലിയ ഉഷാറാക്കി എടുക്കും. എല്ലാ നാട്ടിലും കാണുന്ന കാഴ്ചയാണ്. പള്ളിയുടെ ചുമരിന് വരെ മിനാരുണ്ടാക്കും. മൊയിലാരെ ശമ്പളത്തിന് നോക്കുമ്പോൾ ഇവർക്ക് കൈവർക്കും. അതിലിപ്പത്തിൽ അങ്ങനെയാണ് നിൽക്കും. ഇവിടെ എന്താണെന്ന് എനിക്കറിയില്ല. അതിലൊക്കെ ദാരിമീസ് ഇടപെടേണ്ടത്. പണ്ഡിത സഭകൾ റേഞ്ച് ഇടപെടേണ്ടത് അവിടെയാണ്. ഇമാമിയങ്ങളുടെ, മദ്രസ അധ്യാപകരുടെ ജീവിത നിലവാരം വളരണം. കാലോചിതമായി അവരുടെ ജീവിത വിഷയങ്ങൾ ഏറ്റെടുക്കണം. അത് പൗരപ്രമുഖരെ, ഉമറാക്കളെ ബോധ്യപ്പെടുത്തണം. നമ്മളൊക്കെ നാട്ടിൽ ഇപ്പോൾ പള്ളിന്റെ ചുമരിന് വരെ മരം ഒട്ടിക്കുക. മുമ്പൊക്കെ പറഞ്ഞാൽ പള്ളിക്ക് പള്ളിന്റെ വാതിലിന് മാത്രം മരം, ചുമര് മൊത്തം മരം. എന്തിനാന്ന് എനിക്ക് ഇതുവരെ പിടിയിട്ടില്ല. എന്നിട്ട് AC പുതിയാപ്പിളുടെ അറയിൽ വെക്കണ മാതിരി സീലിംഗ് വേറെ, വാർപ്പിന്റെ പൈസ ജനങ്ങൾ പിരിപ്പിച്ചിട്ട് വാർപ്പാക്കി. എന്നിട്ട് ഇപ്പൊ സീലിംഗ്, ബൾബ്, എന്തൊക്കെ മൊഞ്ചുള്ള ബൾബാ പള്ളിന്റെ ഉള്ളിൽ നിസ്കരിക്കാൻ പോണേർത്തി. ഇതൊക്കെ എന്താണെന്ന് എനിക്കറിയില്ല. മുമ്പ് ജിഫിരി തങ്ങൾ മക്കാമക്കങ്ങളെ അലങ്കരിച്ചോളി, അത് വേണം, അറൂസ് നല്ലതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ജിഫിരി തങ്ങളെ മഹാന്മാരുടെ മക്കവർ അലങ്കരിക്കണം, ഉറൂസിന് നല്ല ലൈറ്റെല്ലാം കെട്ടണം. നബിസ്വല്ലല്ലാഹു തങ്ങൾ പോകുന്ന സമയത്ത് ആകാശം അലങ്കരിച്ചിട്ടുണ്ട്. ജിഫിരി തങ്ങൾ മുമ്പ് മംഗലാപുരത്ത് പ്രസംഗിച്ചതാ. നിങ്ങൾ കേട്ടിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ പള്ളിന്റെ ചുമരിന് എന്തിനാ മരോട്ടിക്കുന്നത് എനിക്ക് ഇതുവരെ തിരിച്ചിട്ടില്ല. ഉള്ള ചൂട് കൂട്ടാ, അല്ലെങ്കിൽ തന്നെ മനുഷ്യന്മാർക്ക് ചൂടായിട്ട് പള്ളിയിലുള്ള നിസ്കരിക്കാൻ പറ്റുന്നില്ല. ജമാഅത്ത് കഴിഞ്ഞാൽ ഫാൻ ഇടാൻ വിടുകയും ചെയ്യില്ല. അത് അതിലും വലിയ ഫിക്ക്, വല്ലാത്തൊരു ഫിക്ക്. ചില മുഅദ്ദിനൊക്കെ പിരിച്ചു വിട തന്നെ വേണം കേട്ടാ. ആ ചങ്ങായിരെ പണി നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടുമ്പോ സ്വിച്ച് ഓഫ് ആക്കല. ആരെ ഇയാളെ പിടിച്ചിട്ടാക്കി പള്ളിയിൽ? ഇതൊക്കെ ആലിമീങ്ങൾ ഇടപെടണം. ഞാനിതൊക്കെ പറയട്ടോ, നിങ്ങൾ പ്രസംഗിക്കാൻ വിളിച്ചാലില്ലെങ്കിൽ ഞാനിത് പറയും. കിട്ടിയ ചാൻസ് പറയണ്ടൊക്കെ പറഞ്ഞിട്ടാ പോവാ. പിന്നെ പിടിക്കാൻ ചാൻസ് ഇല്ല. പള്ളിയിലെ ഫാൻ ഓഫ് ആക്കുക, പള്ളിയിലെ ബാത്റൂം പൂട്ടിയിടുക. എന്താണ് മനുഷ്യന്മാരെ? എന്നിട്ട് ഫിക്ക്, ഭയങ്കര ഫിക്ക്, മൂലേറെ ഫിക്ക്. ആദാബുൽ ഖലായിൽ പോകാനുണ്ടെങ്കിൽ നിസ്കരിക്കൽ കറാത്താണ്. മുണ്ടിപ്പോരുത് നിങ്ങള്. വയല് പറയണ എന്താണ്? മലമൂത്ര വിസർജനത്തിന് ആവശ്യമുണ്ടെങ്കിൽ നിസ്കരിക്കുന്നതിന്റെ ഹുക്കുമേ. പള്ളിയിലെ ബാത്റൂമാ പൂട്ടിക്കിട്. ദീന് ഇല്ലാത്ത ദീനുണ്ടാക്കുകയാണ്. ഇവിടുത്തെ കഥയല്ല, ഞാൻ ചില നാട്ടിലെ കഥ പറഞ്ഞാണ്. എനിക്ക് ഇവിടുത്തെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. എന്റെ കൂട്ടത്തെ പള്ളിയുടെ മുകളിൽ കയറ്റി അവിടെ ഇവിടെ കയറ്റി ഒന്നും ഞാൻ കണ്ടിട്ടില്ല. മാറ്റം വരണം. ദീനിന്റെ കാര്യങ്ങൾ ആലിമീങ്ങൾ നിയന്ത്രിക്കണം. ദീനിന്റെ മസ്ജിദിന്റെ കാര്യങ്ങൾ ആലിമീങ്ങൾ തീരുമാനിക്കണം. അതിന് ഫിഖ് മാനദണ്ഡമാകണം. മഹല്ലത്തിലെ ദീനിന്റെ കാര്യത്തിൽ ആലിം ഇടപെടുന്നത് എടുത്ത് ജമാഅത്തിന്റെ ഭാരവാഹികൾ ഇടപെടരുത്. അത് ദീനി വിരുദ്ധ ശൈലിയാണെന്ന് പറഞ്ഞു കൊടുക്കാൻ മുതിർന്ന ഉലമാക്കൾ മുന്നോട്ട് വരണം. പിന്നെ ആര് ദീൻ പറയും, ആര് ഫിഖ് പറയും? പള്ളിയിൽ ഉറങ്ങിക്കൂടാ. ഒരു സ്ഥലത്ത് ഇന്ന് രാവിലെ സുബഹിസ്കരിക്കാൻ കയറിയത് പായിൽ കിടക്കരുത്, പിന്നെ ഇടയിൽ കിടക്കല് കട്ടുമ്പല. എന്ത് ഫിഖാണിത്? പായിൽ കിടക്കരുതാണ്, പിന്നെ എവിടെ പള്ളി കിടക്കണ്ട്. അപ്പൊ ഇത്തികാഫിന്റെ നിയത്ത് വെച്ചിട്ട് പള്ളിയിൽ ഉറങ്ങിയ കൂലിയെടുത്ത് ഇനി ഒറ്റ മൂല്യാർ പ്രസംഗിക്കാൻ പാടേ പറ്റ. ഒറ്റ മൂല്യാരെ ഇത് പ്രസംഗിക്കരുത്. ഏത് ഇത്തികാഫിന്റെ നിയത്ത് വെച്ച് പള്ളിയിൽ ഉറങ്ങിയാല് ജമാഅത്ത് കമ്മിറ്റിയുടെ ബോർഡ് സെക്രട്ടറി ഇവനാരെ ഇത് എഴുതി വെക്കാൻ? ആരെയാണ്? നിങ്ങൾ ഇരിക്കത്തോട്ടല്ലേ മറ്റുള്ള ആൾ കയറി അവിടെ ഇരുന്നത്? മിമ്പർ എന്ന് പറഞ്ഞാൽ ഈ ഉമ്മത്ത് നിങ്ങൾക്ക് തന്ന പദവിയല്ലേ? മിമ്പർ എന്ന് പറഞ്ഞാൽ ഈ ഉമ്മത്ത് നിങ്ങൾക്ക് തന്ന പദവിയാണ്. എന്താ മിമ്പർ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാത്തത്? ഓരോ ഖത്തീബുമാർ മനസ്സിലാക്കേണ്ട, മിമ്പർ എന്ന് പറഞ്ഞാൽ ഈ സമുദായം നൽകുന്ന ഉന്നത പദവിയാണ്.
ആ പദവിയിൽ ഇരിക്കുന്ന ആളാണ് മസ്ജിദിന്റെ അധികാരി. ആ മിമ്പറിൽ ഇരിക്കുന്ന ആളാണ് മസ്ജിദിന്റെ അധികാരി. പൂട്ടണോ പൂട്ടണ്ടേ എന്ന് തീരുമാനിക്കുന്നത് സെക്രട്ടറി ആവാൻ പാടില്ല, പ്രസിഡന്റ് ആവാൻ പാടില്ല, ട്രഷറർ ആവാൻ പാടില്ല. അവര് ഉമറാക്കൾ മാത്രമാണ്. ആലിമ പറയുന്നതിന് ഒത്താശ ചെയ്തു കൊടുക്കേണ്ട ആൾ മാത്രമാണ്. ഇത് ദീനാണ്, ഇത് ഇസ്ലാമാണ്. അത് പൊളിക്കാൻ നിങ്ങൾ അനുവദിക്കാൻ പാടില്ല. പല സ്ഥലത്ത് പോയാൽ പള്ളിയിൽ ഉറങ്ങരുത്, പള്ളിയിൽ അവിടെ പോയി മൂത്രയിക്കരുത്, പൂട്ടിയിട്ടിരിക്കണ്. ഒരു സ്ഥലത്ത് സുബഹിസ്കരിക്കാൻ ഞാൻ നിത്യ യാത്രക്കാരനാണേ, ലേശം ലേറ്റായി പള്ളിയുടെ അടുത്തുമ്പോഴത്തേക്ക് പൂട്ടിയിട്ട് ബംഗാളി പറയാണ് തുറക്കൂല. ഞാൻ എടുത്ത് നിസ്കരിക്കുക. ടൗണിലുള്ള പള്ളി പൂട്ടിയിട്ടിട്ട് ബംഗാളി എന്നെ മുറ്റടിച്ചു വരികയാണ്. എന്നിട്ട് പറയും ക്ലോക്ക് കാണാണ്ടായി പോകും. പള്ളിയിൽ എന്തിനാ ക്ലോക്ക്? സമയമാകുമ്പോൾ ബാങ്ക് കൊടുക്കാൻ ഒരാളെ ശമ്പളത്തിന് നിർത്തിയാൽ പിന്നെ പള്ളിയിൽ എന്തിനാ ക്ലോക്ക്? എനിക്ക് തിരിയാത്ത കുറെ സംശയം ഉണ്ട് കേട്ടോ. മിന്നുന്ന ഒരു സമയം, നിസ്കാരത്തിന്റെ സമയം അറിയുന്ന മിന്നുന്ന എന്തിനാ? ഇമാമല്ലേ നിസ്കാരത്തിന് ഇക്കാമത്ത് കൊടുക്കാൻ പറയേണ്ടത്? നിങ്ങളുടെ പദവിയെ തട്ടിയെടുക്കുകയാണ് മെഷീനുകൾ. നിങ്ങൾക്ക് ഉറങ്ങിയാണത് ശരിയാവില്ല. ആരാ ഇക്കാമത്ത് കൊടുക്കാൻ പറയേണ്ടത്? എന്തെങ്കിലും ഫിക്ക് പറയാത്തത്? ഈ ഒളിയുന്ന മിന്നുന്ന സാധനം ഓൻ പി അടിച്ചാൽ മുക്കിരി ഇക്കാമത്ത് കൊടുക്കും, വന്ന് നിന്നോളണം. അതല്ല ഇസ്ലാം. ചൈനക്കാരന് വിട്ടുകൊടുക്കരുത് ഇസ്ലാം എന്നാ പറയണത്. ഉലമാ സംഗമങ്ങൾ ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കണം. ചൈനക്കാരൻ കണ്ടുപിടിക്കുന്ന മെഷീനുകളല്ല ദീൻ തീരുമാനിക്കേണ്ടത്, ശരീഅത്ത് തീരുമാനിക്കേണ്ടത്. കോടതികൾ എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് പൊള്ളുന്നില്ലേ? നിങ്ങൾ അറിയാതെ നിങ്ങളുടെ മതത്തിൽ ഇടപെടലുകൾ നടക്കുന്നു. നിങ്ങളുടെ അധികാര പരിധിക്കുള്ളിലേക്ക് ആളുകൾ കടന്നു കയറുന്നു. ഞാൻ എന്റെ ബഹലിൽ ഖത്തീബായി ഏറ്റെടുക്കുമ്പോൾ പറഞ്ഞ കാര്യം തരോ? ദീനിന്റെ കാര്യം ഞാൻ പറയും, നിങ്ങൾ ഇടപെടാൻ പാടില്ല. കമ്മിറ്റി പറഞ്ഞ ഹൈക്കോടതി പുസ്തകം നിങ്ങൾ നിന്നാ മതി. ഉലമാക്കൾ അങ്ങനെ തീരുമാനം എടുക്കണം. അതാ ഞാൻ പറഞ്ഞു, ഉലമാക്കൾക്ക് അത്യാവശ്യമുള്ള കാര്യമാണ്. ഫിഖ്ഹും തസവ്വുഫ് അറിയുന്നതോടൊപ്പം ധീരത കൂടി വേണം, ദീൻ പറയാനുള്ള ശുജാഅത്ത് വേണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇതാരോട് വിരോധം പ്രസംഗിച്ചല്ല. ഒരു സമൂഹത്തിന് വകവെച്ചു കൊടുക്കേണ്ട കാര്യങ്ങൾ വകവെച്ചു കൊടുക്കണം. മുമ്പ് ഫസൽ ഗഫൂറിന്റെ പിതാവ് ദീനിന്റെ കാര്യത്തിൽ ഇടപെടോ, ഡോക്ടറെ ഈ മലത്തിലെ കൃമി നോക്കിയാൽ മതി എന്ന് പറഞ്ഞ ശംസുലമന്റെ മദ്ഹ് പറഞ്ഞ പോരാ, ആ പദവിയിൽ ഇരിക്കണം. കേരളത്തിൽ വലിയ വമ്പനാ നോക്കിയൊരു ചങ്ങയുണ്ടായിരുന്നു. അന്ന് ശംസുലമ പറഞ്ഞത് ഡോക്ടർമാർ മലത്തിലെ കൃമി പരിശോധിച്ചാൽ മതി, ദീൻ ഞങ്ങൾ നോക്കിക്കൊള്ളും. അത് പ്രസംഗിച്ചാ പോരാ, നടപ്പിൽ വരുത്തിക്കൊള്ളികള്. അയിനാ ഉലമാ സംഗമം. പ്രതാപം വീണ്ടെടുക്കണം, അധികാരം വീണ്ടെടുക്കണം. നമ്മുടെ കയ്യിലായിരിക്കണം മഹല്ല്, നമ്മുടെ കയ്യിലായിരിക്കണം ഉമ്മത്ത്, നമ്മളായിരിക്കണം ഉമ്മത്തിന്റെ കാര്യകർത്താക്കൾ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ജിഫ്രി തങ്ങളുടെ മിഞ്ഞാന്നത്തെ പ്രസംഗം അതിനൊരു ഒരു വലിയ സൂചനയാണ്. കാര്യത്തിൽ ആരും ഇടപെടരുത്, ആവശ്യമുള്ളത് ഞങ്ങൾ പറയുന്നു. അങ്ങനെ അവിടെ മഹല്ലുകൾ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇത് ഉമ്മത്തിന്റെ ഖൈറിന് വേണ്ടി, ഉമ്മത്തിന്റെ യശസ്സിന് വേണ്ടി, ഉമ്മത്തിന്റെ പ്രതാപത്തിന് വേണ്ടി. ഇത് ഇസ്സത്തുള്ള സമുദായമാണ്. പലപ്പോഴും സങ്കടകരമായ കാഴ്ചകളാണ് മസ്ജിദുകളിൽ കാണാറുള്ളത്. നല്ല ശൈലി ഉപയോഗിക്കാമായിരുന്നു. പള്ളിയിൽ മുകളിൽ ഉറങ്ങാൻ സൗകര്യമുണ്ട്, അങ്ങനെ എഴുതി വെക്കാമായിരുന്നു. ഒരാൾ പറഞ്ഞത് ഉറക്കത്തിൽ ഇങ്ങനെ വായി ഒലിച്ചിട്ട് പള്ളിയിൽ നെജസാവെന്ന് വിചാരിച്ചിട്ടാണ്. ഞാൻ പറഞ്ഞ എല്ലാവർക്കും ഒലിക്കുന്ന വായിയാണോ? എന്നാ ഒലിക്കുന്നവർ ഉറങ്ങരുത് എഴുതിക്കൂടെ? ഒരു മൂപ്പർ പറഞ്ഞ ന്യായ. നിങ്ങൾക്ക് അങ്ങനെ അകമ്പള്ളിയിൽ ആളുകൾ കിടക്കുമ്പം വരുന്ന നിസ്കാരക്കാർക്ക് ബുദ്ധിമുട്ടാകും എന്നാണെങ്കിൽ ഉറങ്ങണം എന്ന ആവശ്യമുള്ളവർക്ക് മുകളിൽ സൗകര്യം ഏർപ്പെടുത്തിയിരുന്നെന്ന് എഴുതി വെക്ക്. ഇത് പരിഗണനയാണ്. മസ്ജിദ് എന്ന് പറഞ്ഞാൽ സഖാഫത്ത് മർക്കസ് സഖാഫയാണ്, ഈ ഉമ്മത്തിന്റെ സാംസ്കാരിക കേന്ദ്രമാണ്. ഒരാൾ മൂത്രമൊഴിക്കാൻ തോന്നി, അല്ലെങ്കിൽ മലവിസർജനം നടത്താൻ തോന്നി, അടച്ചിടപ്പെട്ട ബാത്റൂം ആണെങ്കിൽ ഖളാഉൽ ഹാജത്തിനെ നീട്ടിവെക്കുന്നത് രോഗമുണ്ടാക്കുമെന്ന് പഠിപ്പിച്ച ഇസ്ലാം. ഒരാൾക്ക് മലമൂത്ര വിസർജനം നടത്തണം, സൗകര്യമില്ല. ഇതിങ്ങനെ കെട്ടിക്കിടക്കുന്നത് വലിയ രോഗമുണ്ടാക്കും. ഇത് കെട്ടിക്കിടക്കുന്നത് രോഗമുണ്ടാക്കും, മനസ്സിന്റെ ഏകാഗ്രത നഷ്ടപ്പെടുത്തും, അല്ലെങ്കിലേ ഖുശൂ ഇല്ല, ഇല്ലതും കൂടി പൊളിക്കാന്ന് പറഞ്ഞാൽ. അതുകൊണ്ടാ ഞാൻ എന്റെ വിഷയത്തിലേക്ക് ഇത് കൊണ്ടുവന്നു. നിങ്ങൾക്ക് ആർക്കും പിന്നെ തോന്നിപ്പോണ്ട ആരോഗ്യം പറയുന്നിടത്ത് എങ്ങനെ പള്ളി കടന്നു വന്നു, മൊത്തം ആരോഗ്യം തകർക്കുന്ന പരിപാടി വന്നോണ്ടാ ഞാനത് പറഞ്ഞു. നിങ്ങൾക്ക് അങ്ങനെ തോന്നിപ്പോണ്ട. ഞാനും പള്ളിന്റെ ആൾ തന്നെയാണ്, ഞാനും പള്ളി കമ്മിറ്റിയാണ്. അപ്പൊ ഞാൻ എന്നെ തന്നെ എതിർത്തേ നിങ്ങൾ മനസ്സിലായിക്കോളി കേട്ടാ. എന്റെ മഹലിലെ പള്ളി കമ്മിറ്റി വളരെ പ്രധാനപ്പെട്ട ഭാരവാഹിയാണ് ഞാൻ. അപ്പൊ ഞാൻ എന്നെ എതിർത്തതാണ് നിങ്ങൾക്ക് തോന്നിയാൽ പറ്റുന്ന കുറച്ച് സമാധാനം കിട്ടും, അല്ലെങ്കിൽ ചില ആൾക്ക് ടെൻഷൻ ആയിട്ടുണ്ടാവും. ആയിട്ട് കാര്യമൊന്നുമില്ല. അപ്പൊ പറഞ്ഞു വന്നത്, ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിക്കുന്നു. പല കാര്യത്തിലും ഏതൊരു സമീപനമാണ് സ്വീകരിക്കേണ്ടത് എന്നറിയാത്തതിന്റെ പേരിലാണ് രോഗങ്ങൾ വർദ്ധിക്കുന്നത്.
അപ്പൊ എങ്ങനെ തിന്നണം, എപ്പോൾ തിന്നണം, എത്ര തിന്നണം, എന്താണ് തിന്നേണ്ടത്, 4 കാര്യങ്ങൾ മിക്കവാറും ജനങ്ങൾക്കറിയില്ല. ഇന്നിപ്പോ നോക്കൂ പ്രിയപ്പെട്ടവരെ, പ്രമേഹ രോഗം കൂടി എന്ന് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഒരുപക്ഷെ മംഗലാപുരം പോലത്തെ ടൗണും അതിനോടടുത്ത പ്രദേശങ്ങളിലൊക്കെ മൈദയുടെ ഉപയോഗം ഒരുപക്ഷെ കൂടുതലായിരിക്കും. എനിക്കറിയില്ല, ഇവിടെ മൈദ എന്ന് പറയുന്ന വസ്തുവിന്റെ ഉപയോഗം കൂടുതലായിരിക്കും. നിങ്ങളിൽ ഇനി ആർക്കെങ്കിലും പ്രമേഹം വരാത്ത ആൾ ഉണ്ടെങ്കിൽ ഓർക്കൊരു എളുപ്പ വഴി ഞാൻ പറഞ്ഞുതരാം. എല്ലാവർക്കും പ്രമേഹർക്കും ഒരു വിത്തൗട്ട് കുടിക്കണത് ഒരു പൂതിയുണ്ട്, അങ്ങനെയുണ്ടല്ലോ. സാസിലൊക്കെ വരുമ്പോൾ ഓനിക്ക് സ്പെഷ്യൽ ചായല്ലോ കൊടുക്കണം വിത്തൗട്ട്. അങ്ങനെ ഒരു പൂതിയുണ്ടെങ്കിൽ ഞാനൊരു എളുപ്പ വഴി പറഞ്ഞുതരാം. പ്രമേഹം വരാൻ ആഴ്ചക്ക് ഒരു 3 ഊട്ട പൊറോട്ട തിന്നാൽ മതി. എത്ര കൂട്ടോ? 3 പ്രാവശ്യം മതി. എത്ര പ്രാവശ്യം പറഞ്ഞ കൂട്ടിയിട്ടില്ല? പൈസ കിട്ടും, പൈസ ഉണ്ടാവില്ലേ? ആഴ്ചയിൽ ഒരു 3 തവണ പൊറോട്ട തിന്നാൽ മതി. എന്താ നിങ്ങൾ പറ്റിയാൽ പെട്ട് ഏതില്? വിത്തൗട്ടിൽ. മൈദയുടെ ഉപയോഗം വർദ്ധിച്ചു.